നമ്മുടെ ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ നല്ല കിടിലം വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത ഒരു നടൻ്റെ വീടാണ്. മലയാളത്തിലെ 90കളിലെ മിക്കുള്ള സിനിമകളിലും ഇദ്ദേഹമായിരുന്നു വില്ലൻ വേഷങ്ങളെല്ലാം കൂടെ പറക്കിയെടുത്തുകൊണ്ട് പോയത്. വില്ലൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മാന്യനായ വില്ലൻ. അത്രയും കിടിലം പെർഫെക്ഷനോട് കൂടിയാണ് അദ്ദേഹം വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം വില്ലനല്ലാതെ നല്ല അടിപൊളി കോമഡി കഥാപാത്രങ്ങളും അല്ലാതുള്ള നല്ല അച്ഛൻ വേഷങ്ങളും കുടുംബ ചിത്രങ്ങളിൽ നല്ല നല്ല അടിപൊളി വേഷങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള വില്ലൻ വേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു നടൻ്റെ വീടാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മുടെ ആലുവയിലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ള. ആലുവയിലുള്ള NF വർഗീസ് ചേട്ടൻ്റെ വീടാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. മലയാള സിനിമയുടെ സുന്ദര കാലമാടൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്കും നല്ല വേഷങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ മാർക്കറ്റ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടു പിന്നെ ഒരു ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ ഒരു റൈറ്റ് എടുത്തിട്ട് ഞാനൊരു ബ്രിഡ്ജ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് ആലുവ പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു പഴയ പാലം കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു അതുവഴിയും പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ബദലായിട്ട് വന്ന ഒരു പുതിയ ബ്രിഡ്ജ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇത്. അപ്പോൾ ഈ കാണുന്ന പാലം വഴി ഞാൻ മുന്നോട്ട് നടക്കുവാണ്. അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുമ്പോൾ ഉളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഒരുപാട് തവണ ആലുവ പുഴ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളൊരു ഭാഗമാണ്, ഒരു മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അടുത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വഴിയെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ നടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ മറ്റൊരു വഴി കിട്ടി. അപ്പോൾ അങ്ങോട്ടത്തേക്ക് തിരിഞ്ഞ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഉള്ളിലാണോ അദ്ദേഹത്തിൻ്റെ വീട്? ഇതൊരുപാടുണ്ടല്ലോ അല്ലേ. സിറ്റിയിൽ നിന്നൊക്കെ കുറേ ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശം പോലെയുള്ളൊരു സ്ഥലത്തൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എറണാകുളമാണ് അല്ലെങ്കിൽ സിറ്റിയുടെ അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അത്രയ്ക്കും ഒരു ഒതുങ്ങിയ സ്ഥലം. നമ്മളെ നാട്ടുംപുറം പോലെ തന്നെ നോക്കി ചക്കയൊക്കെ പിടിച്ച് കിടക്കും കേട്ടോ. ചെറിയൊരു റോഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് സിനിമ ഡയലോഗുകളൊക്കെ ഓർമ്മ വരുവാണ്. വിശ്വനാഥൻ്റെ കൊച്ചി, ആ ഡയലോഗ് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇത് മായാണ്ടി കുംഭമല്ല അല്ലേ അങ്ങനെയല്ലേ? ഇത് മായാണ്ടി കുംഭമല്ല, ഇത് കൊച്ചിയാണ്, വിശ്വനാഥൻ്റെ കൊച്ചി. അങ്ങനത്തെ ഒരു കിടിലൻ ഡയലോഗ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ. അതേപോലെ തന്നെ എത്ര ഡയലോഗുകളല്ലേ. അറക്കൽ മാധവനുണ്ണിയുടെ ഓപ്പോസിറ്റ് വന്ന് കിടിലം ഒരു കഥാപാത്രവുമായിട്ട് അദ്ദേഹം വന്നു. വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് നടന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നല്ല ലുക്കിലുള്ള വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ, ഒരു മാറ്റങ്ങളും ഇല്ല. ഒരു പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ മാറും. അല്ലെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ നിന്നൊക്കെ മാറി കുറച്ച് ഒതുങ്ങി സൈലൻ്റായിട്ടൊക്കെ താമസിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള ഏരിയയൊക്കെ തിരഞ്ഞെടുക്കാം. ഒരു പക്ഷേ ഇതിങ്ങനെയാണെങ്കിലും വില നല്ല റേറ്റ് ഉണ്ടാവും. 4 സൈഡ് നോക്കിയാലും നല്ല അടിപൊളി ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ കിടക്കുന്നൊരു ഭാഗമാണിത്. ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാനൊരു 2 വീലറാണ് ബെറ്റർ. അല്ലെങ്കിൽ ഒരു സൈക്കിൾ എടുത്തിട്ട് യാത്ര ചെയ്യണം. അതാകുമ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ അങ്ങ് പിന്നിട്ട് കേട്ടോ. വൈകുന്നേരം അതിനെ കൊണ്ട് നടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഓട്ടോ വിളിച്ച് പോവാം. പക്ഷേ നടക്കാനുള്ള റോഡും കാര്യങ്ങളൊക്കെ കൊള്ളാം. അതിനെ കൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങ് നടക്കുന്നത് ബെറ്ററാണല്ലോ. അപ്പോൾ ഞാൻ നടന്നിട്ടിപ്പോൾ ഒരു ജംഗ്ഷനിൽ വന്ന് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വന്നത് ഒരു കുറുക്ക് വഴിയാണെന്നാണ്. ഞാൻ മെയിൻ റോഡിൽ നടന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ റോഡിൽ വന്ന് ഇറങ്ങിയാൽ, പക്ഷേ അത് ചുറ്റായിരുന്നിരിക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ കുറുക്ക് വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ നാട്ടിലോട്ട് വരാനായിട്ട് ബസ് സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഒന്നെങ്കിൽ ഓട്ടോ വിളിച്ച് വരണം, അല്ലെന്നുണ്ടെങ്കിൽ ബൈക്കിൽ വരണം.
അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടന്നു വരാം. ആ ജംഗ്ഷനിൽ വന്നപ്പോൾ 2-3 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് ഓരോ കാര്യങ്ങൾ. കൂട്ടത്തിൽ NF വർഗീസ് ചേട്ടൻ്റെ പഴയ ഒരു അയൽക്കാരനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളി ഒരു പട്ടാളക്കാരനാണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിട്ടുള്ള ഒരു എന്താ ചെറിയൊരു മയക്കമുണ്ട്. അപ്പോൾ പുള്ളി NF വർഗീസ് ചേട്ടൻ്റെ ആ വീട്ടിൻ്റെ ചേർന്നിരിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. NF വർഗീസ് ചേട്ടൻ്റെ വീട്ടിൻ്റെ താക്കോൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നത്. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ പുള്ളി ഇത്തിരി മയക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്തിരി എന്തോ അടിച്ചിട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചെറിയ വിഷയങ്ങൾ. അപ്പോൾ അതിനെക്കൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ വിചാരിച്ച് ജസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി സംസാരം മാത്രമേ ഉള്ളൂ, എണീച്ച് വരാനുള്ള യാതൊരു ഇതുമില്ല. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വഴി പറഞ്ഞു തന്ന ചേട്ടൻ കേട്ടോ, അവിടെ ജംഗ്ഷനിലുണ്ടായിരുന്നതാണ് പുള്ളിയുടെ കൂട്ടത്തിലാണ് അവിടെ ഒരു മിലിറ്ററി കാർ ഉണ്ടായിരുന്നത്. പുള്ളിയാണ് എനിക്ക് കറക്റ്റ് വഴി പറഞ്ഞു തന്നെ. നോക്കൂ, ക്ഷേത്രത്തിൻ്റെ മതിലാണ് കാണുന്നത് കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ളതാണ്. നോക്ക് എന്തുമാത്രം വർഷം പഴക്കമുള്ളതാണ്. പെരുന്തച്ഛന് നമ്മുടെ ബോർഡൊക്കെ കാണുന്നുണ്ട്. പുള്ളി പണിഞ്ഞതുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ കേട്ടോ. നോക്കൂ. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരെ നടന്ന് അങ്ങ് അവസാനം എത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് ഈ റോഡ് അവസാനിക്കുന്നത് എന്നാണ് പറയണത്. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഒരുപാട് പഴക്കമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഒരു പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളായിരിക്കും എന്നല്ല ആണ്. അപ്പോൾ ഇത്രയും ഉള്ളിലാണ് അദ്ദേഹം വീട് വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പുഴയുടെ സൈഡിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു നാച്ചുറൽ സംഭവം തിരക്കി അദ്ദേഹം പോയതാണ്. ഈ റോഡിൻ്റെ ഏറ്റവും അവസാനമാണ് അദ്ദേഹം വീട് വെച്ചിരിക്കുന്നത്. അത് നോക്കൂ, കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വളഞ്ഞ് ഏകദേശം നമ്മളിങ്ങ് എൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മാങ്ങകളൊക്കെ ഇങ്ങനെ പഴുത്ത് കാക്കയൊക്കെ തിന്നത് ഇങ്ങനെ വീണ് കിടക്കുക. നല്ലൊരു നാച്ചുറൽ സംഭവം തന്നെ ഇതൊക്കെ. എൻ്റെ പൊന്നെ, ചേര പോകുന്നത് കേട്ടോ സൈഡിൽ കൂടെ, മഞ്ഞച്ചേര. ആശാൻ അങ്ങ് പോട്ടെ. ദോ ചേര തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. നമ്മളങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ലേ അവൻ. കയറി കയറുന്നില്ല. ആശാൻ അവിടെ കിടന്ന് കളിക്കണം. അങ്ങോട്ട് പോയിരുന്നെങ്കിൽ എനിക്കും പോകുമായിരുന്നു. ചേരയാണെന്ന് വിചാരിക്കുന്നു, മഞ്ഞച്ചേരെ. ആരെങ്കിലും പാമ്പിനെ കണ്ട് പേടിച്ചെങ്കിൽ എന്നെ ഒന്നും പറയരുത്. കൂട്ടത്തിലൊരു വൈൽഡ് ലൈഫ് സംഭവം കൂടെ ഞാൻ ഒപ്പിച്ചാണ് കേട്ടോ. അതായത് ഇവിടെ നിന്ന് അങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ഈ കാണുന്ന പയറോ എന്തോ ആണത്, അതിനകത്ത് ആശാൻ കയറി. ഇനി പറന്നങ്ങാണം വരുവേ. കേസ് കുറച്ച് നേരം ഞാൻ സ്തംഭിച്ച് അവിടെ നിന്നെങ്കിലും അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് പുഴയിലോട്ട് പോവാം. ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മതിലാണ്. ഈ പുഴയോട് ചേർന്നാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആലുവ പുഴ. തൊട്ടപ്പുറത്തൊരു അയൽക്കാരനുണ്ടേ, ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. പുള്ളി അറിയാതെ പുള്ളി ഒന്ന് വൈറലാവട്ടെ. പുള്ളി അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന വീടാണ് NF വർഗീസ് ചേട്ടൻ്റെ വീട്ടിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അയൽക്കാരൻ. പക്ഷേ ഇടയ്ക്ക് പുഴയുണ്ട് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആ പാമ്പ് ഇങ്ങോട്ട് പോയി എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വിട്ട് ഓക്കെ നമുക്ക് നേരെ NF വർഗീസ് ചേട്ടൻ്റെ ആ വീട്ടിൻ്റെ കാഴ്ച ഒന്ന് കാണാം.
ഗൈസ്, അങ്ങനെ നമ്മളെ മുന്നിൽ കാണുന്ന ഈ ഒരു വീട്, അതായത് ആലുവ പുഴയുടെ തീരത്ത് കാണുന്ന ഈ 2 നില മനോഹരമായ ഒരു വീടാണ് NF വർഗീസ് ചേട്ടൻ്റെ ആ ഒരു വീട്. ഈ വീട് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാനവിടെ ജംഗ്ഷനിൽ തിരക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മിലിറ്ററിയിലുള്ള ഒരു ചേട്ടൻ ഇതിൻ്റെ താക്കോൽ എന്തോ കയ്യിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ അത് ഉള്ളതാണോ കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഇനി ചെറിയ മയക്കത്തിൻ്റെ പുറത്ത് പറഞ്ഞാണോ എന്നറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് NF വർഗീസ് ചേട്ടൻ്റെ ആ ഒരു വീട്ടിൻ്റെ മുന്നിലാണ്. അദ്ദേഹത്തിന് എനിക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ഓർമ്മകൾ, ഒരുപാട് കാലം അദ്ദേഹം എന്താ ഇവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്തു പറഞ്ഞാലും ഒരു രക്ഷയില്ല, അത്രയ്ക്കും മനോഹരമാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അധികം നാൾ ഈ ഒരു ഭവനത്തിൽ താമസിക്കാനുള്ളൊരു ഭാഗ്യം ഇല്ലാതെ പോയി. മലയാള സിനിമയിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭവനം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ തന്നെയായിരിക്കും. NF വർഗീസ് ചേട്ടൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹം വെച്ച ആ ഒരു ലെവലിൽ തന്നെ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഭംഗിയാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പഴയ കാറ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. ആ മൂലയിലായിട്ട് അതിൻ്റെ ഒരു സംഭവം സൈഡ് മാത്രം കാണാം. അത് ഫിയറ്റിൻ്റെ യൂനോ എന്ന് പറയുന്നൊരു കാറാണേ. അതൊരു പഴയ മോഡലാണ്. അത് കാണാൻ തന്നെ ആ കാർ നമുക്ക് മനസ്സിലാവും. KL07 എന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്പർ എത്രയാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെ ക്ലിപ്പുകൾ, പഴയ ക്ലിപ്പുകളൊക്കെ അദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഉള്ളത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ നിന്നപ്പോഴേ ഈ പുഴയിൽ വല്ലാത്തൊരു സൗണ്ടും ഒരു ഭയങ്കര ഒരു തിരയിളക്കവും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം പാമ്പിനെ കണ്ടു, ഇനി വേറെ വല്ല നീർന്നായോ അങ്ങനെ വല്ലതാണോ എന്തോ പോകണം. എവിടെയെങ്കിലും ആരുമില്ല യഥാർത്ഥത്തിൽ. ശബ്ദം കേട്ട് ഞാനൊന്നു ടപ്പയെന്നും പറഞ്ഞ് തിരിഞ്ഞു പോയി കേട്ടോ. ആൾക്കാരെ പേടിപ്പിക്കേണ്ട ഓരോ സാധനങ്ങളെ. ഞാനിവിടെ നിൽക്കുമ്പോൾ വള്ളത്തിൽ 2 പേരിങ്ങനെ പോവാണ്. ചെറിയ വള്ളത്തിൽ കേട്ടോ. വള്ളത്തിലിങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്നവരാണ് കേട്ടോ. മലയാളികളാണോ ബംഗാളികളാണോ ആരാണാവോ, അവരിങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിനകത്തോട്ട് കയറി ഷൂട്ട് ചെയ്യാൻ ഇവിടെ നിലവിൽ ആരും താമസമില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്നുകൊണ്ട് ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു മടങ്ങാം. കണ്ട 2 പേര് വെള്ളത്തിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മലയാളികളാ? ഞാൻ ഇവിടെ വന്നതാ ഈ വീട്ടിൽ. ആരാ ഇവിടെയെന്ന് അറിയത്തില്ലേ? NF വർഗീസ് എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമാ നടൻ, പുള്ളിയുടെ വീടാ. നിങ്ങളിവിടെ ഉള്ളതല്ലേ? പക്ഷെ അറിയത്തില്ലായിരുന്നു അല്ലേ? ആ, ഇവർ 2 പേര് മീൻ പിടിക്കാൻ പോവാണോ? അത് ചുമ്മാ പോവാണോ? വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ പോകണല്ലേ? ഓക്കെ. അവരിവിടെ ഉള്ളതാണ്, പക്ഷെ അവർക്കും അറിയത്തില്ല ഇത് പുള്ളിയുടെ വീടാണെന്നുള്ളത്. അപ്പോൾ അത് തിരക്കാൻ വേണ്ടി അവർ ഇങ്ങോട്ട് വന്നത്. ആരാ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ പോട്ടെ. ആ ചെറിയ ഒരു ബ്ലോഗർ, ആ പിള്ളേർക്ക് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തില്ല. അവരെടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേര്. അപ്പോൾ ഇതാണ് വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം.
മലയാള സിനിമയുടെ വില്ലൻ വേഷങ്ങൾക്ക് മറ്റൊരു മുഖച്ഛായ കൊടുത്താണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. ചെയ്ത എല്ലാ വേഷങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. അത്രയ്ക്കും കിടിലം പെർഫെക്ഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷങ്ങളെന്ന് പറയുന്നത്. അദ്ദേഹം മലയാള സിനിമയുടെ ഒരു വലിയ നഷ്ടമാണ്. അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം. വില്ലൻ എന്ന് പറയുമ്പോൾ അത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. സാധാരണ ജീവിതത്തിൽ അദ്ദേഹം വെറും ഒരു പാവപ്പെട്ട മനുഷ്യരായിരുന്നു. അദ്ദേഹം കലാഭവനിലൂടെയാണ് നടന്നു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും മോശമാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു കിടിലം നടനായിരുന്നു മലയാള സിനിമയുടെ വില്ലൻ വേഷങ്ങൾക്ക് ഒരു പ്രത്യേക മുഖഭാവം കൊടുത്ത, അല്ലെങ്കിൽ ജോസ് പ്രകാശിന് ശേഷം ഇത്രയും നല്ല വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ മറ്റൊരു നടനില്ല. അതാണ് NF വർഗീസ്.